എല്ലാവർക്കും ഈ ഉമ്മച്ചിൻ്റെ കൊച്ചടുക്കളയിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ പച്ചമുളക് പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോണത്. നല്ല നീളത്തിലുള്ള നാടൻ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പച്ചമുളകുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഇത് ചിലപ്പോൾ ഉണ്ടാക്കുന്നവരാവാം, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത്. ചമ്മന്തിയും അതുപോലെ അച്ചാറൊക്കെ കൂട്ടി ചോറുണ്ണുന്നവർക്ക് ഇത് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ വന്നാലും ഇത് കാണുമ്പോൾ നമ്മുടെ മലയാളികൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി പോകും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് നമ്മൾ ഓരോ മുളകും എടുത്തിട്ട് കഴുകിയ ശേഷം നടു കീറിയിട്ട് ജസ്റ്റ് ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ നടുവിലായിട്ട് കുറച്ചീച്ചനെ ഉപ്പ് നീളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. കത്തി കൊണ്ട് തന്നെയാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് എല്ലായിടത്തും എത്തിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഉപ്പിടരുത്. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന മുളക് തന്നെയാണ്. അത്യാവശ്യം എരിവുള്ള മുളകാണ്. നല്ല ടേസ്റ്റാണ് സംഭവം. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചോറിൽ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. എരിവുണ്ടെങ്കിലും നമ്മൾ കഴിച്ചു പോകും. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ മുളകൊക്കെ ഇട്ട് പൊരിക്കില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ചോറിലേക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഉച്ചക്കോ അല്ലെങ്കിൽ രാത്രിയോ ഒന്നുമില്ല, അപ്പോൾ നമ്മുടെ വയസ്സായ വീട്ടിൽ വയസ്സായവർക്കൊക്കെ എരിവ് അധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം മീൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇറച്ചിയോ ചിക്കനോ അതൊന്നും പറ്റുന്നുണ്ടാവില്ല. അവർക്കൊക്കെ ഇതുപോലെയൊക്കെ നമ്മൾ ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും. ഇതുപോലെ ജസ്റ്റ് ഒന്നൊരു വെള്ള പാട വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ മുളക് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്